ഞാൻ വരച്ച് തുടങ്ങിയത് സാധാരണ ചിത്രങ്ങൾ തന്നെയായിരുന്നു. സാധാരണ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ. ഇപ്പോൾ എനിക്ക് അബ്സ്ട്രാക്റ്റ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടം. അതിലൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ സഡനായിട്ടുള്ള നമ്മുടെ വികാരം എന്താണെങ്കിൽ ആ വികാരം വെച്ചിട്ടാണ് ഞാനത് ചെയ്യുക. ചിലപ്പോൾ റിസൾട്ട് കിട്ടും, എന്തായാലും അതിനൊരു സന്തോഷമുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ മറ്റേ രീതിയിൽ ഞാൻ കുറേ വരച്ച് തുടങ്ങി തന്നെയാണ്. പക്ഷേ അത് എല്ലാവരും അതൊന്ന് കുറേ കഴിയുമ്പോൾ മടുക്കും. അത് കാരണം ഒരു ഫോട്ടോഗ്രാഫി ലുക്കാണ് എല്ലാവരും വരുന്നത്. അതൊരു ക്യാമറയ്ക്ക് കഴിയാവുന്ന കാര്യം ഒരു ആർട്ടിസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു ചേഞ്ച് വരുന്നതാണ്, അത് സ്വാഭാവികമായിട്ട് വരുന്നത് തന്നെയാണത്. ഞാൻ ബാബു വെളറ. ഞാൻ ഡ്രോയിങ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നത് JJ സ്കൂൾ ഓഫ് ആർട്സ് കുന്നംകുളം ആ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വീട് മുണ്ടൂർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. കുട്ടിക്കാലത്ത് ആദ്യം വായിച്ചിരുന്ന വായനാശീലം വളർത്തിയുള്ളത് ബോബനും മോളിയാണ്. ഈ ബോബനും മോളിനെ ഞാൻ വായിക്കുമ്പോഴും ബോബനും മോളിയിലുള്ള രേഖാരചനയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ അതിൽ അവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ, അതേപോലെ ബോബൻ്റെയും മോളിയിലും കൂടെ നടക്കുന്ന ഒരു പട്ടിക്കുട്ടി. അപ്പോൾ ഈ പട്ടിക്കുട്ടി കാണിക്കുന്ന അത് ആരും ശ്രദ്ധിക്കാറില്ല. ആ പട്ടിക്കുട്ടി ഓരോ കാര്യത്തിനും ഓരോ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതെല്ലാം എന്നിലേക്ക് വരയുടെ അംശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലേക്ക്. പിന്നെ അവിടുന്ന് നമ്മളത് കൂടുതൽ വായിക്കുമ്പോൾ വര മാത്രമല്ല വായനാശീലം അതിന്ന് വളർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കുറേ ബുക്കുകൾ വായിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. അതെല്ലാം വായിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ ഇമാജിനേഷനാണ്. ഇപ്പോൾ MTയുടെ ബുക്ക് വായിക്കുകയാണെങ്കിലും ആരുടെ ബുക്ക് വായിക്കുകയാണെങ്കിലും അത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിക്ചറൈസ് ചെയ്യുന്നത് തലച്ചോറ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിന് പിന്നെയാണ് ഞാൻ വരയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങനത്തെ ഒരു ചെറിയ ട്യൂൺ എന്നിൽ ഉണ്ടായിരുന്നു. പഠനത്തിൽ കുറച്ച് പിന്നാക്കമായിരുന്നു, എന്നിരുന്നാലും ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിരുന്നു. പഴയകാല സിനിമകളിൽ കലാകാരന്മാരെ അവതരിപ്പിച്ചിരുന്നത് ഒരു പ്രത്യേക വേഷ രീതികളെ കൊണ്ടായിരുന്നു. ഇത് സാധാരണ മനുഷ്യരത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കലാകാരനാവുകയാണെങ്കിൽ ഇതേപോലെ ഒരു വലിയൊരു ജുബ്ബിങ്, അതേപോലെ തന്നെ വലിയ ഒരു സഞ്ചി തോളത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മദ്യം കഴിച്ചിട്ട് നടക്കുന്ന ഒരു രീതി അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കലാകാരനാവാനോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ആ മനസ്സിൽ കിടക്കുന്ന ആ ചിത്രകലയുടെ ഒരു തീ ഉണ്ടായാൽ മതി. ആ തീ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ചിത്രരചനയോ അല്ലെങ്കിൽ ശില്പങ്ങളോ എല്ലാം ഉണ്ടാക്കും. അതിന് ഇങ്ങനൊരു മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ ഒരാവശ്യവും എനിക്ക് ഇന്നവരെ തോന്നിയിട്ടില്ല. ഓരോ പ്രാവശ്യം രചന നടത്തുമ്പോഴും അതിലെ മെയിൻ കഥാപാത്രം അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ടുള്ള കഥാപാത്രം പലതും കഥകളായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കഥകൾ ഭൂരിഭാഗം എനിക്ക് കുറച്ചുകൂടി ഞാൻ കൂടുതൽ ശ്രദ്ധ ഞാൻ ബൈബിളിലെ ചില കഥാപാത്രങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ആ കഥാപാത്രങ്ങളായിരിക്കും എന്നെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ചിത്രത്തിലും കുറേ ഫീല് കൂടുതൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും എൻ്റെ ഒരു ചിത്രം വിജയിക്കുക. അവസാനം എനിക്ക് വാട്ടർ കളറ് കൂടുതൽ ഇഷ്ടം. വാട്ടർ കളറ് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. പക്ഷേ വാട്ടർ കളർ പഠിച്ചു കഴിഞ്ഞാൽ ആ കളറുകൾക്ക് നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ അക്രിലിക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അക്രിലിക്ക് ചെയ്യാം, ഓയിൽ കളറൊക്കെ ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഒരു അഡ്വാൻസ്ഡ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ശരിയായില്ലെങ്കിൽ നമുക്കത് വീണ്ടും ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത്. വാട്ടർ കളറിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വാട്ടർ കളർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ മീഡിയത്തിൻ്റെ ആയിരിക്കാം വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളത് ഒരു ലാളിത്യമുള്ള പോലെയാണ്. അപ്പോൾ അത് വലിയ സന്തോഷം നല്ലത്. അപ്പോൾ വാട്ടർ കളർ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം. കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ LP സ്കൂൾ മുതൽ തന്നെ ചിത്രരചനയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല. ഒരു പകർത്തിയെഴുത്ത് പഠിക്കുക എന്നുള്ളത് പഠിക്കുകയല്ല ഞാൻ ചെയ്യുക. അപ്പം അന്ന് വളരെ കൊച്ചു ചിത്രങ്ങൾ നോക്കി വരയ്ക്കുക. ക്ലാസ്സിൽ ടീച്ചർമാർ വരുമ്പോൾ പടത്തിൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ടാവും, പക്ഷേ ആ ക്ലാസ്സൊന്നും എൻ്റെ തലയിൽ അങ്ങനെ കയറാറില്ല. അപ്പം ഞാൻ അവരെന്നെ വരയ്ക്കാൻ തുടങ്ങും. അതിന് ഒരുപാട് വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ UP വിദ്യാഭ്യാസ കാലത്ത് അവിടുത്തെ ഒരു ഡ്രോയിങ് ടീച്ചർ ഉണ്ടായിരുന്നു. LPയിൽ പിന്നെ ഇല്ല. അപ്പോൾ ആ ടീച്ചർ കുറേയൊക്കെ ഓരോ കോമ്പറ്റീഷന് കൊണ്ടുപോകാനൊക്കെ എന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടിയത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, താരു മാഷ് എന്ന് പറയുന്നത്. മാഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി അതിനൊരു ജീവൻ കിട്ടി. പക്ഷേ SSLC കഴിഞ്ഞപ്പോൾ എനിക്കിത് പഠിക്കാൻ പോകണം എന്നുള്ളത് ഉണ്ട്. ഞാനത് വീട്ടിൽ അവതരിപ്പിക്കും. വീട്ടിൽ അത്ര ഒരു താല്പര്യം ഈ ഒരു പഠനത്തിന് അന്ന് ഇത് ഉടനടി പിന്നെ എന്തെങ്കിലും ഒരു ജോബിനുള്ളൊരു പഠനമാണ്. അപ്പോൾ വല്ല ITI കോഴ്സോ എന്തെങ്കിലുമൊക്കെയാണ്. പക്ഷെ അമ്മ ടീച്ചറാണ്. അമ്മ ട്രഷറിയിൽ പോകുമ്പോൾ ഈ മാഷയെ കാണുകയാണ്. അപ്പോൾ മാഷ് പറയാണ് അവൻ അത് പഠിപ്പിച്ചാൽ മതിയെന്ന്.
അതാണ് എനിക്ക് കിട്ടിയ പിന്നിന്നുള്ള വലിയൊരു സപ്പോർട്ട്. അപ്പോഴും ഈ പ്രൊഫഷണലിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇതിന്ന് എനിക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ളൊരു മാർഗം കിട്ടുന്നോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഞാനൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് ആദ്യം കാണുന്നത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയാണ്. അവർ അതിൻ്റെ ഒരു അഭിപ്രായം പറയും. അവരുടേതായ ഒരു അഭിപ്രായം പറയും. അപ്പോൾ അത് ചിലതാണെങ്കിൽ എനിക്കത് തിരുത്തി കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും അവരുടെ അഭിപ്രായം വലിയൊരു കാര്യമായിട്ട് കാണാറുണ്ട് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിപ്രായത്തിനോട് ബേസ് ചെയ്തിട്ടായിരിക്കും പുറത്തുനിന്നുള്ള അഭിപ്രായം വരാറ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് വീടുകളിൽ നിന്ന് വരാറ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കാറുമുണ്ട്. ഒരു ചിത്രകാരനായി കഴിഞ്ഞാൽ അത് നമുക്ക് ചിത്രങ്ങൾ മാത്രം രചന നടത്തിയിട്ട് പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോൾ മറ്റുള്ള മാധ്യമങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ചിത്രകാരനായിട്ട് മാത്രം, ഒരു മുഴുവൻ സമയ ചിത്രകാരനായിട്ട് മാത്രം തന്നെ ജീവിക്കാൻ കഴിയും. കാരണം ചിത്രങ്ങൾ ഇന്ന് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ തൂക്കി ഇട്ടിരുന്നത് കലണ്ടറുകളായിരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കളോ അല്ലെങ്കിൽ വല്ല സിനിമാ നടൻ്റെയൊക്കെ ചിത്രങ്ങളായിരുന്നു നമ്മൾ വീട്ടിൽ. ഇന്ന് അതല്ല, ഒരു വിധം എല്ലാ വീട്ടിലും ഇൻറ്റീരിയർ ഡെക്കറേഷൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു പെയിൻറ്റിങ് ഭൂരിഭാഗം വീടുകളിലും വരുന്നുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു ചാൻസാണ്. പിന്നെ ഈ ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു ചിത്രകാരൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ടാവില്ല, പക്ഷെ ഒരു ചിത്രകാരൻ്റെ ആവശ്യമുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ കമേഴ്ഷ്യലായിട്ട് ഗ്രാഫിക് ഡിസൈൻ പോലുള്ളത്, ഇപ്പോൾ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ ഇത്രയും വികസിച്ച സ്ഥിതിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ചിത്രകാരൻ്റെ കയ്യൊപ്പില്ലാണ്ട് ഒരു കാര്യങ്ങളും ഭംഗിയാവില്ല. അപ്പോൾ പല മേഖലകളുണ്ട്. പല മേഖലകളിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രകാരനാവുക എന്നുള്ളത് എല്ലാം കൊണ്ടും ഒതുങ്ങിയിട്ടുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ്. പിന്നെ അവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഓരോ പ്രൊഫഷനിലേക്ക് മാറാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ KGT എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോയിങ് കോഴ്സാണ്, 3 ഇയർ ഡിപ്ലോമ. ഈ കോഴ്സ് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു വലിയൊരു കാര്യം കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോഴ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡ്രോയിങ് ടീച്ചറാകാൻ കഴിയില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പല മേഖലകളിലേക്ക് പോകും. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാമൽ വർക്ക്, അങ്ങനെ ശരിക്കും ഒരു അറിവില്ലായ്മ കൊണ്ട് അവർ നേരെ താഴ്ത്തിക്കാണ് പോവാറ്. ഇനാമൽ വർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇന്നതില്ല. ഇന്ന് ഫ്ലെക്സൊക്കെ വന്നതോട് കൂടിയിട്ട് അതൊക്കെ നിർത്തി. അപ്പോൾ ഒരു ചിത്രകാരനാവുക എന്ന് പറയുന്നത് ആ സങ്കല്പത്തിലേക്ക് ഒന്നാണ്ട് എത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് കൺവെർട്ട് ചെയ്താണ്. ഞാൻ എടുത്ത തീരുമാനമല്ല. എനിക്ക് അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ 19ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. 19ാമത്തെ വയസ്സിൽ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. അതും ഒരു സ്കൂൾ ടീച്ചറല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപകനായിട്ട്. അപ്പോൾ 35 കൊല്ലത്തിന് മേലെയായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെയും വീണ്ടും കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊന്നും എനിക്കൊരു ആരെങ്കിലും ഗൈഡ് ചെയ്ത് തരാനൊന്നും ആ കാലഘട്ടത്തിൽ ആരുമില്ല. കാരണം എൻ്റെ ഫാമിലി, എൻ്റെ അപ്പച്ചൻ അധ്യാപകനായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു. പക്ഷെ അവർക്ക് ഈ പ്രൊഫഷനെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല. പിന്നെ ഒരാൾ എനിക്കത് പറഞ്ഞു തരാനും ഇല്ല. അങ്ങനെ ഞാൻ തന്നെ സ്വയം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്, അതിൽ വരുന്ന ചേഞ്ചസ് ഞാൻ തന്നെ മാറി. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രാഫിക്സ് പഠിക്കണമെന്നൊരു മോഹം തോന്നി. അങ്ങനെ ഞാൻ ഗ്രാഫിക്സ് പഠിച്ചു. അങ്ങനെ ആ ഗ്രാഫിക്സ് കൊണ്ടാണ് ഞാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്നത്. ന്യൂസ് പേപ്പറിലാണ് ജോലി ചെയ്തിരുന്നത്, ഗ്രാഫിക് ഡിസൈനറായിട്ടാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിത്രരചനയോടുള്ള താല്പര്യം അത് അന്നും അസ്തമിച്ചിട്ടില്ല. അന്ന് വരയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും ചിത്രങ്ങളും അല്ലെങ്കിൽ നിറങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സുകൊണ്ട് വരയ്ക്കാം, പക്ഷേ ചിത്രം വരയ്ക്കാൻ എനിക്ക് അത് കഴിഞ്ഞിട്ടില്ല.